സംവിധാനം അറിയത്തില്ലോ ആരോട് പറയാൻ കൊള്ളുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഒരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ്. വളരെ ശക്തിമത്തായി നിങ്ങൾ ഏഷ്യാനെറ്റിനെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർത്താനം ഞാൻ പറയണോ? അപ്പോൾ ഞാൻ കൂടുതൽ വർത്താനം പറയുന്നത് അദ്ദേഹം എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ലാഭം, ബി ജെ പിയുടെ അണികളെ സംബന്ധിച്ച് ഇതിപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഒഴിവാകുമെന്ന് ഗ്രൂപ്പ് ഇല്ലല്ലോ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ പത്രക്കാരും കേരളത്തിലെ ഇടതും വലതും നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ബി ജെ പിക്ക് അത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു. ആ ഗ്രൂപ്പ് ഉണ്ടാക്കും സൂക്കോട് എല്ലാം തീർന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം വന്നോട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീർന്നില്ലേ? അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പ് ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെ പറ്റി പലർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായ നീക്കം നടത്താൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വരവ് രാജീവ് ചന്ദ്രശേഖർ യാതൊരു സംശയമില്ല. എൻ്റെ എന്തിനാ കൂടുതൽ പറയുന്നത്, വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകുന്നത്. തീർച്ചയായും ഞാൻ വളരെ വിനയത്തോട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ്. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട്. ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങൾ അനുകൂലിക്കുക. ഞങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു നിഷ്പക്ഷമായ സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കണമെന്ന് വിനയപരിസരം നിങ്ങളെല്ലാ പത്രപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ആവേശത്തോടും കൂടിയാണ് പുതിയ അധ്യക്ഷനെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും അനുയായികളും അതേപോലെ കേരളീയ പൊതുസമൂഹവും സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉചിതമായ തീരുമാനമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അദ്ദേഹം തിരുവനന്തപുരത്ത് മാത്രമാണ് നേരിട്ട് മത്സരിച്ച് വന്നത്. പക്ഷെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു മുന്നേറ്റം സംസ്ഥാനം ആകെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. അതായത് 2019 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ 1,00,000-ൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ആയിട്ട് കുറച്ചു കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും ജനസ്വാധീനവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് കേരളം മുഴുവൻ ആ സ്വാധീനവും ജനപിന്തുണയും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തുടർന്ന് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് വളരെ ഉചിതമായ തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള മുഴുവൻ പ്രതിനിധികളും നാടിനുള്ളിൽ പ്രവേശിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് മുന്നിൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല.